നമ്മുടെ കൂടെയുള്ളത് മലയാള ഭാഷയ്ക്ക് വേണ്ടി ഒരുപാട് സംഭാവനകൾ നൽകിയ വളരെ പ്രശസ്തനായ KP രാമനുണ്ണി സാറാണ്. നമസ്കാരം സർ. നമസ്കാരം. സാറിന്റെ ലൈഫിൽ പല കാലഘട്ടങ്ങളിലായിട്ട് പല റോൾസിലൂടെ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ അതിലേറെ ശ്രദ്ധേയമായിട്ട് അല്ലെങ്കിൽ ഒരു വ്യത്യസ്തകരമായിട്ട് തോന്നിയിട്ടുള്ളത് മലയാള ഭാഷാ പ്രവർത്തകൻ എന്നുള്ളൊരു ടൈറ്റിലാണ്. അപ്പൊ സ്വന്തം ഭാഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള ഒരു തോട്ട് വന്നതും ആ ഒരു ടൈറ്റിലേക്ക് എത്തിപ്പെട്ടതും എങ്ങനെയായിരുന്നു? ശാംഭവി സൂചിപ്പിച്ച പോലെ ഞാൻ ജീവിതത്തിൽ കുറേ റോളുകളിൽ കൂടെ കടന്നുപോയിട്ടുള്ള ആളാണ്. പഠിക്കുന്ന കാലത്ത് സ്കൂളൊക്കെ പഠിക്കുമ്പോൾ എഴുത്തുകാരനാകണം എന്ന ആഗ്രഹമേ എനിക്കുണ്ടായിരുന്നില്ല. എൻ്റെ അംബീഷൻ ഒരു സയൻറ്റിസ്റ്റ് ആവണം, ഡോക്ടർ ആവണം എന്നൊക്കെയായിരുന്നു എൻ്റെ അംബീഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ ജീവിതത്തിൽ പ്രീ ഡിഗ്രി പഠനകാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു ആക്സിഡൻ്റ് ഉണ്ട്. ശാരീരികമായിട്ടുള്ള ആക്സിഡൻ്റ് അല്ല, മാനസികമായി സംഭവിച്ച ഒരു ആക്സിഡൻ്റ് കൊണ്ട് അതിൻ്റെ ആഘാതത്താൽ എഴുത്ത് ജീവിതത്തിലേക്ക് വന്ന് പതിച്ച ഒരാളാണ് ഞാൻ. അതിലേക്ക് വന്നു. അതോടൊപ്പം തന്നെ ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലിക്കാരനായി കയറി. അവിടെ ഒരു 21 വർഷത്തോളം ജോലി ചെയ്ത് വളരെ റിട്ടയർമെൻ്റ് എടുക്കുമ്പോഴേക്ക് അതിൽ ഓഫീസറൊക്കെ ആയിട്ട് ഞാൻ മാറിയിരുന്നു. വളരെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് ഉടനെ തന്നെ മാധ്യമം ആഴ്ചപ്പതിപ്പിൻ്റെ മാഗസിൻ എഡിറ്ററായിട്ട് ഒരു വർഷത്തോളം ജോലി ചെയ്തു. പിന്നെയാണ് 20 വർഷം തുഞ്ചൻ സ്മാരകത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ജോലി ചെയ്തു. ഇപ്പോൾ മലയാളം യൂണിവേഴ്സിറ്റിയിലെ അഡ്ജൻറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പല റോളുകളിൽ കൂടെ കടന്നു വന്നാലും ഞാൻ അടിസ്ഥാനപരമായിട്ട് എന്താണ് എന്നൊരു ചോദ്യം വരുമല്ലോ. അപ്പം ഞാൻ എഴുത്തുകാരൻ തന്നെയാണ്. ആ എഴുത്ത് എന്നിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ബാങ്ക് ജോലിയും കൂടി ഉപേക്ഷിച്ച് വന്നിട്ടുള്ളത്. ആദ്യം ഞാൻ ചെറുകഥാകൃത്തായിരുന്നു. കഥാസമാഹാരങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ആദ്യത്തെ നോവൽ സൂഫി പറഞ്ഞ കഥ വന്നത്. അപ്പോൾ ഒരു ക്രിയേറ്റീവ് റൈറ്റർ, ഫിക്ഷൻ റൈറ്ററായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അതിലൊരു കാലഘട്ടത്തിൽ മലയാള ഭാഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നടക്കുന്നു. മലയാളി സ്വന്തം മാതൃഭാഷയെ അവഗണിക്കുന്നു. അത് വളരെ വിനാശകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ സ്വത്വത്തെ തകർക്കുന്നതാണ്. ഇതിനോടുള്ള വലിയൊരു വേവലാതി തുടങ്ങിയുകൊണ്ടാണ് മലയാള ഭാഷാ പ്രസ്ഥാനങ്ങളായിട്ട് സഹകരിച്ച് മലയാള ഐക്യവേദി മുതലായിട്ടുള്ള മാതൃഭാഷയ്ക്കുള്ള പ്രസ്ഥാനങ്ങളായിട്ട് സഹകരിച്ച് ഞാനതിലൊരു ആക്ടിവിസ്റ്റായിരുന്നു. അങ്ങനെ മലയാള ഭാഷയ്ക്ക് ഉള്ളൊരു ബില്ല് പാസ്സാക്കിയെടുക്കാൻ വേണ്ടി സർക്കാരിനെ സമ്മർദ്ദം ചെലുത്താൻ ആദ്യം നിരാഹാരം കടന്നിട്ടുള്ള ഒരു എഴുത്തുകാരനായിട്ട് ഞാൻ മാറി. ഇങ്ങനെയാണ് മലയാള ഭാഷാ പ്രസ്ഥാനവുമായി, മാതൃഭാഷാ പ്രസ്ഥാനവുമായി ഞാൻ ബന്ധപ്പെടുന്നത്. പിന്നെ സർ, ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട്, സാറിന്റെ ആദ്യ നോവലിന്റെ പ്രകാശനത്തിന് സാറിന് വളരെ നിർബന്ധമുണ്ടായിരുന്നു, വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. MT സാറും ഓൾസോ ഡോക്ടർ PM മാത്യു വെല്ലൂർ സാറും മസ്റ്റായിട്ടും വേണം, അല്ലെങ്കിൽ ആ ബുക്ക് സ്വീകരിക്കാൻ ഡോക്ടർ PM മാത്യു സാറ് തന്നെയായിരുന്നു വേണ്ടിയിരുന്നത് എന്നുള്ളൊരു ടോക്ക് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു ആഗ്രഹം? അതിന്റെ ഒരു ബാക്ക് സ്റ്റോറി എന്തെങ്കിലും ഉണ്ടായിരുന്നോ സർ? ആദ്യത്തെ നോവലല്ല, ആദ്യത്തെ ചെറുകഥാസമാഹാരം വിധാതാവിൻ്റെ ചിരി, അതായിരുന്നു എൻ്റെ ആദ്യത്തെ പുസ്തകം. അതാണ് MTനെ കൊണ്ട് റിലീസ് ചെയ്തത്. അത് ഏറ്റുവാങ്ങുന്നത് PM മാത്യു വെല്ലൂരായിരുന്നു. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പഠിക്കുന്ന കാലത്ത് ഒരു മാനസികമായ ആക്സിഡൻറ്റ് പറ്റിയിരുന്നു. അതായത് ഒരു ജീവിതത്തിൽ ഒരു കറുത്ത കാലഘട്ടത്തിൽ കൂടെ എനിക്ക് കടന്നു പോകേണ്ടി വന്നിരുന്നു. ക്രിസ്ത്യൻ കോളേജിൽ വന്നു ചേർന്ന സമയത്ത് എനിക്ക് എൻ്റെ വായനകളുടെയൊക്കെ ദിശ മാറിപ്പോയി. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കും, കോളേജിൽ വന്നിട്ടുണ്ടെങ്കിൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദം വായിക്കും. ഇങ്ങനെ ഈ ആത്മീയതയും ഭൗതികതയും തമ്മിലുള്ളൊരു സംഘർഷം, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നറിയാതെ ഒടുക്കം ദൈവമുണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ള വലിയ ഒരു സംശയാവസ്ഥയിലെത്തി. ഇങ്ങനെ ആലോചിച്ചിരിക്കൽ തുടങ്ങി. അങ്ങനെ ഇതൊരു മനോരോഗമാണെന്നുള്ള നിലയ്ക്ക് അങ്ങനെ ബന്ധക്കാരൊക്കെ ബേജാറായിട്ട് സൈക്കാട്രിസ്റ്റിനെയൊക്കെ കാണിച്ച് ഭീകരമായിട്ടുള്ള സൈക്കാട്രിക് ചികിത്സയ്ക്കൊക്കെ ഞാൻ വിധേയനായി. അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്നെ PM മാത്യു വെല്ലൂരാണ് സഹായിച്ചത്. അപ്പം എൻ്റെ ജീവിതത്തെ തന്നെ എനിക്ക് തിരിച്ചു നൽകിയത് PM മാത്യു വെല്ലൂരാണ്. എനിക്കങ്ങനെ വലിയ മാനസിക രോഗങ്ങളൊന്നുമില്ല, ചിന്താപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ മാത്രമാണ്. അതിനൊക്കെ മൂപ്പര് ചില കൗൺസിലിംഗ് ഒക്കെ നടത്തി. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തെ തിരിച്ചു തന്ന
ആ വലിയ വ്യക്തിയോടുള്ള കടപ്പാട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ പുസ്തകം MT റിലീസ് ചെയ്യുമ്പോൾ ഇത് ഡോക്ടർ PM മാത്യു വെല്ലൂർ എന്നെ സ്വീകരിക്കണം എന്ന് ഞാൻ നിർബന്ധം പറയുകയും MT വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ ആ പ്രപ്പോസൽ സ്വീകരിക്കുകയും ചെയ്തു. സാർ പറഞ്ഞതുപോലെ സാറിന്റെ ജീവിതത്തിലെ ഈ ഒരു കറുത്ത കാലഘട്ടം, ആ ഒരു കാലഘട്ടം എങ്ങനെയാണ് സാറിന്റെ എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? കാരണം സാറ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുത്ത് സാറിന് ഒരു വിമോചനമായിരുന്നു എന്നുള്ളത്. അപ്പൊ അതെങ്ങനെയായിരുന്നു? സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അന്നിങ്ങനെ മാനസിക രോഗമുണ്ടെന്ന് ആരോപിക്കപ്പെട്ട് ഭീകരമായിട്ടുള്ള സൈക്കാട്രിക് ചികിത്സ ചെയ്തതുകൂടി എനിക്ക് എൻ്റെ ജീവിതത്തെ അല്ലെങ്കിൽ എൻ്റെ എഴുത്ത് ജീവിതത്തെ സമ്പുഷ്ടമാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു എഴുത്തുകാരന് അയാളുടെ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിലുള്ള നല്ല അനുഭവങ്ങളാണെങ്കിലും ദുരിതം നിറഞ്ഞ അനുഭവമാണെങ്കിലും ഇതെല്ലാം എഴുത്തിനുള്ള വിഭവമായി മാറും. അവരെ അത് കൂടുതൽ സമ്പന്നരാക്കുകയുള്ളൂ. അങ്ങനെ PM മാത്യു വെല്ലൂരിനായിട്ട് ഉള്ള ഈ ഇടപഴകലിലാണ് അദ്ദേഹം എൻ്റെ ലിംഗ്വിസ്റ്റിക് സ്കിൽ, എനിക്ക് ഭാഷയിലുള്ള ഒരു പ്രാവീണ്യത്തെ അദ്ദേഹം കണ്ടെത്തി. എനിക്ക് പലപ്പോഴും പുസ്തകങ്ങൾ വായിക്കാൻ തരും, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി തരും. മൂപ്പര് പറഞ്ഞു, ഉണ്ണിക്ക് നല്ല ലാംഗ്വേജിൽ നല്ല ഫ്ലയർ ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഈ അനുഭവങ്ങൾ, ഞാൻ ഈ ചെറിയ കുറച്ചു കാലമാണെങ്കിൽ തന്നെ ഈ അഡോളസൻസ് കഴിഞ്ഞ സമയത്ത് അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളൊക്കെ പ്രകാശിപ്പിക്കണമെങ്കിൽ എനിക്ക് സാഹിത്യത്തിൻ്റെ ലോകത്തേക്ക് തന്നെ കടക്കണം. അങ്ങനെ ഞാൻ എഴുത്തുകാരനാകാൻ നിർബന്ധിതനായതാ, വിധിക്കപ്പെട്ടതാ. പിന്നെ സാറിന്റെ വർക്ക്സിൽ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് മതം, ദൈവം, സയൻസ്, ഇങ്ങനെ 3 എക്സ്ട്രീം പൊളാരിറ്റിയിൽ കിടക്കുന്ന സാധനങ്ങളെ എല്ലാത്തിനും ഒരുമിച്ച് സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു അവതരണം, അതങ്ങനെ അധികം കാണാത്ത ഒരു അവതരണ രീതിയാണ്. അപ്പം യൂഷ്വലി നമ്മൾ പറയാറുണ്ട് തെളിവുകളില്ലാത്ത ഒന്നിനും സയൻസിന്റെ മുന്നിൽ ഒരു എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ളത്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാട്, സാറിന്റെ ആ ഒരു കാഴ്ചപ്പാടിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? സാഹിത്യം എന്ന് പറഞ്ഞാൽ മനുഷ്യ സംബന്ധിയായ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ് സാഹിത്യം എന്ന് പറഞ്ഞാൽ. അതിൽ ശാസ്ത്രം മാത്രമായിട്ട് നിൽക്കില്ല, ചരിത്രം മാത്രമായിട്ട് നിൽക്കില്ല, വികാരലോകം മാത്രമായിട്ട് നിൽക്കില്ല, ഇതെല്ലാം ഉണ്ട്. കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്നത് തന്നെ ഒരു ശാസ്ത്രത്തിൻ്റെ ലോകത്താണ്. അതുകൊണ്ട് കരുതിക്കൂട്ടിയിട്ട് തന്നെ ശാസ്ത്ര വിഷയങ്ങൾ സാഹിത്യത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തും. മാത്രമല്ല ഒറ്റൊരു കാരണം കൂടി ശാസ്ത്രം ഞാൻ കൊണ്ടുവരാനുണ്ട്. കാരണം ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് ശാസ്ത്രജ്ഞനാകണം എന്നായിരുന്നു കൂടുതൽ മോഹം ഉണ്ടായിരുന്നു. അപ്പോൾ നടക്കാതെ പോയിട്ടുള്ളൊരു കാര്യം, അപ്പോൾ ഞാൻ സാഹിത്യത്തിൽ അത് ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ മതവും മനുഷ്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, വിശ്വാസങ്ങളുടെ ലോകം. അപ്പോൾ സാഹിത്യത്തിൽ മതവും എല്ലാം വരണം. എൻ്റെ ജീവിതത്തിൻ്റെ പുസ്തകം ആണ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അതായത് മറ്റ് മലയാളത്തിലെ പല കൃതികളും മുസ്ലിം സമുദായത്തെയാണ് അഡ്രസ് ചെയ്തത്. ഞാൻ ഇസ്ലാമിൻ്റെ തത്വശാസ്ത്രത്തെ തന്നെ ജീവിതത്തിൻ്റെ പുസ്തകത്തിൽ ഞാൻ അഭിമുഖീകരിക്കാൻ ശ്രമിച്ചില്ല. അപ്പോൾ മതത്തിൻ്റെ ചിന്തകൾ, മതത്തിൻ്റെ സംസ്കാരം, മതത്തിൻ്റെ ദൈവശാസ്ത്രപരമായ കാര്യങ്ങൾ, ഇതെല്ലാം സാഹിത്യത്തിൽ കൂടെ ആവിഷ്കരിക്കേണ്ടതാണ് എന്ന ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ എഴുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സർ, പിന്നെ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഫേസ് ചെയ്തു വരുന്ന ഒരു കാര്യമാണ് ഫ്രീഡം ഓഫ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ. അപ്പം സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് വധഭീഷണിയെ പേടിച്ചിട്ട് ഒരു എഴുത്തുകാരനും ആത്മഹത്യ ചെയ്യരുത് എന്നുള്ളത്. ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ ഫേസ് ചെയ്ത ആളെന്നുള്ള നിലയിൽ സാറിന് എന്താണ് ഇന്നത്തെ റൈറ്റേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്? എനിക്ക് ഒരു വധഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഒരു 2 മാസം പോലീസ് സംരക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാനൊരു ലേഖനം എഴുതിയതിൻ്റെ പേരില്ല. പിന്നെ ഈ ദൈവത്തിൻ്റെ പുസ്തകമായിട്ടുള്ള കൃതികൾ ഇഷ്ടപ്പെടാത്തവരും കൂടിയാണ് ഇതിന് മുൻകൈ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ലേഖനത്തിൽ ഇവിടുത്തെ 2 പ്രബല സമുദായങ്ങളായിട്ടുള്ള ഹൈന്ദവരും മുസ്ലിങ്ങളും സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കേണ്ടവരാണ്. അവർ തമ്മിൽ തല്ലാൻ ചരിത്രപരമായിട്ടോ മതപരമായിട്ടോ സാംസ്കാരികമായിട്ടോ ഒരു കാര്യങ്ങളുമില്ല, ഒരു കാരണങ്ങളുമില്ല എന്ന് വളരെ വിനയത്തോടു കൂടി സ്ഥാപിക്കുന്ന ഒരു ലേഖനമായിരുന്നു അത്. അതിൻ്റെ പേരിലാണ് എനിക്കെതിരായിട്ടുള്ള അന്ന് അങ്ങനെയുള്ളൊരു പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങളുണ്ടായത്. തീർച്ചയായിട്ടും ഈ പ്രവണതകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ വർഗീയതയും വംശീയതയും
ജാതീയതയെല്ലാം വർദ്ധിച്ചു വരികയാണ്. അപ്പം ഇങ്ങനെയുള്ള അസഹിഷ്ണുതകൾ പലയിടത്തും ഉണ്ട്. അപ്പോൾ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾക്ക്, ഭീഷണികൾക്ക് ഒരിക്കലും വഴങ്ങരുത് എന്നുള്ള. അപ്പം സർ ഈ ഒരു അല്പനേരത്തിലെ സംഭാഷണത്തിലൂടെ തന്നെ സർ ഒരുപാട് ഇൻസൈറ്റ്സ് ആണ് നമുക്ക് തന്നത്. അപ്പം ഇങ്ങനെ ഈ ഒരു ടൈം നമ്മളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിലും ഇങ്ങനെ ഒരുപാട് അറിയാത്ത കാര്യങ്ങളെ പറ്റി പറഞ്ഞു തന്നതിലും ഓൾസോ കോഴിക്കോട് സാഹിത്യ നഗരിയുടെ ഒരു ഭാഗമായതിലും ഒരുപാട് നന്ദി. താങ്ക് യു സന്തോഷം സർ. സന്തോഷം.